अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला रसूलिहि खातमिन नबिय्यीन सय्यिदिल अंबिया'i वल मुरसलीन शफीइल मुज़निबीन खातमिन नबिय्यीन मुहम्मदिल मुस्तफ़ा सल्लल्लाहु अलैहि व अला आलिहि वसहबिहि वसल्लम तस्लीमन कसीरन कसीरा। अम्मा बअद फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वनक्तुबु मा क़द्दमू व आसारहुम व कुल्ल शैइन अहसैनाहु फ़ी इमामिन मुबीन। सदक़ल्लाहुल अज़ीम। വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയമുള്ള മുതഅല്ലിമീൻകളെ, വാഖിഅത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഒരു ഓർമ്മ വന്നു. ലൈല മജ്നൂൻ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവും. പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ഉദാഹരണം ലൈലാവും മജ്നൂനുമാണ്. മജ്നൂൻ ഒരു പ്രാവശ്യം ഒരു നായിൻ്റെ കാല് പിടിച്ച് ചുംബിച്ച് അവനോട് ചോദിച്ചു, എന്തടാ ഇത്, നായി നജസല്ല, അതിൻ്റെ കാല് പിടിച്ച് ചുംബിക്കുന്നല്ല, മുത്തുന്നല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, നായിൻ്റെ കാലെന്നല്ല, അത് എൻ്റെ മഹബൂബ ലൈലാൻ്റെ തെരുവിൽ കടന്നു വന്നത് കൊണ്ടാണ് അതിൻ്റെ കാല് പിടിച്ച് ചുംബിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കാം. ബാക്കിയാത്തിൻ്റെ ഒരു നിസ്ബ ഉള്ളത് കൊണ്ടാണ് വളരെ സാധാരണമായ ഒരു ചെറിയവൻ ഞാൻ ഈ സദസ്സിൽ കയറ്റപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു കമ്പറണി മൗത്തുൽ കുബറ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുൻഗാമികളായ മൂത്ത ഉസ്താദന്മാർ, മഹാന്മാർ എല്ലാവരും മരിച്ചതിന് ശേഷം ഈ ചെറിയവൻ ആ സ്ഥലത്തിൽ ഇരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാഖിഅത്തിരുന്ന ആര് വന്നാലും ശരി, മജ്നൂന് നായിൻ്റെ കാല് പിടിച്ച് ചുംബിച്ചതുപോലെ അവിടുന്ന് എത്ര സാധാരണക്കാരൻ വന്നാലും ശരി അവനെ ബഹുമാനിക്കേണ്ട അളവിൽ കേരളം മാത്രമല്ല തമിഴ്നാട്ടിലും അതേപോലെ ആലത്തന്നെ വാഖിഅത്തിൻ്റെ നിസ്ബത്ത് ഇന്ന് വരെ ഉണ്ട്. അള്ളാഹു അവസാനം വരെ അത് വാഖിയാക്കി തരുമാകട്ടെ. ഇപ്പോൾ ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മഹത്തായ ദീനി സ്ഥാപനത്തിൻ്റെ ഒരു ബിൽഡിംഗ്, ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഒരു ബിൽഡിംഗ്, ദാറുൽ മആരിഫുൽ ഇസ്ലാമിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിലാണ് നമ്മളുള്ളത്. ഇത്തരത്തിലുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ശരി, എത്ര ചെറുതായാലും ശരി, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വിശാലമായ പുണ്യകർമ്മത്തിന് കാരണമായിരിക്കും. ലോക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സഹാബത്തുകൾ, താബിഈൻകൾ
അവൻ്റെ കൈമാറിയ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനം അത് നിലനിർത്തിയത് കൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സ്ഥാപനങ്ങൾ ഉലമാക്കൾ മറ്റ് ഉമറാക്കൾ കൊണ്ട് പടുത്തുയർത്തിയത് കൊണ്ടാണ് കുറേ ആലിമീൻകൾ മുഫസ്സിരീൻകൾ മുഹദ്ദിസിനെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. ഇതിന് തിരിച്ചറിഞ്ഞ സമൂഹത്തിൻ്റെ വലിയ നേതാക്കന്മാർ ഇസ്ലാത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതും അതിൽ നിന്നും കുറേ ഉലമാക്കൾ, ധാരാളം മുസന്നിഫീൻകൾ, വലിയ വലിയ പണ്ഡിതന്മാർ, മഹാപണ്ഡിതന്മാർ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെ കൊണ്ടാണ് ഈ ദീൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള ആയിരക്കണക്കിലുള്ള സ്ഥാപനങ്ങളുടെ പങ്ക് ചെറുതല്ല. ചരിത്രത്തിൽ കാണുമ്പോൾ 4-ാം നൂറ്റാണ്ടിൽ സൽജൂഖി പരമ്പരയിൽ വന്ന നിസാമുൽ മലിക് ചക്രവർത്തി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖായിദുകളെ പ്രചരിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു. ഇറാഖിൻ്റെ പരിസര പ്രദേശങ്ങളിലും വലിയ വലിയ സ്ഥാപനങ്ങൾ ആ ചക്രവർത്തി സൽജൂഖി വംശത്തിലുള്ള ആ നിസാമുൽ മലിക് ചക്രവർത്തി പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രി പറഞ്ഞു, നമുക്കിപ്പോ പട്ടാളത്തിന് വേണ്ടി കുറെ ചെലവുകൾ വഹിക്കാനുണ്ട്, ആയുധങ്ങൾക്ക് വേണ്ടി ചെലവുകൾ ചെയ്യാറുണ്ട്. ഈ മദ്രസ എന്ന പേരിൽ നടക്കുന്ന മദ്രസ നിസാമുൽ മലിക്കിന്റെ ആ മദ്രസ എന്ന പേരിലുള്ള ആ കെട്ടിടം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേസ്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ ചെലവ് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചെലവുകളൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചാൽ നന്നു എന്നൊരഭിപ്രായം പറഞ്ഞു. അപ്പോൾ നിസാമുൽ മലിക് ചക്രവർത്തി മദ്രസയെ സന്ദർശിക്കാൻ വേണ്ടി അതിലുള്ള വിദ്യാർത്ഥികളിൻ്റെ ആഗ്രഹം എന്താണ് അതിനെ സംബന്ധിച്ചും അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അത് സംബന്ധിച്ച് വിഷയങ്ങൾ അറിയാനും ഒരു വട്ടം കയറി അവിടെ മുത്തല്ലിമീൻകളെ കുറിച്ച് ഓരോരോ ആളായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് വന്നു. വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അവസാനം ഒരു കുട്ടി വിളക്കിൻ്റെ പ്രകാശത്തിൽ കിതാബ് വെച്ചുകൊണ്ട് തല താഴ്ത്തിയിട്ട് മുതാല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിൻ്റെ അടുക്കൽ പോയി, മോനെ, നിന്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഈ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തണം, അതിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി ഈ സ്ഥാപനത്തിനെ നിലനിർത്തുവാണ് എന്ന് പറഞ്ഞു. ആ സ്ഥാപനത്തിൽ നിന്നും കുറേ ഉലമാക്കൾ, ധാരാളം മുസന്നിഫീൻകൾ, വലിയ വലിയ സ്ഥാനങ്ങളെ അലങ്കരിക്കുന്ന പണ്ഡിതന്മാർ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ, മഹാപണ്ഡിതന്മാർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇറാഖിൽ മാത്രമല്ല, അതിന് ചുറ്റുഭാഗത്തിലുള്ള പല സ്ഥാപനങ്ങൾ ആ നിസാമുൽ മലിക് ചക്രവർത്തി സ്ഥാപിച്ചതാണ്. നമ്മൾക്ക് ചിന്തിച്ചു നോക്കുന്നു, അദ്ദേഹം അങ്ങനെ നിർണയിച്ചത് കൊണ്ടാണ് ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ പുറത്തിറങ്ങി വന്നത്. നമുക്ക് ചിന്തിക്കണം, സ്ഥാപനങ്ങൾ, മദാരിസുകൾ, അത് ഏത് പേരിലായാലും ശരി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഉലമാക്കൾ, ഉമറാക്കൾ, അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാ കാലത്തിലും ഉണ്ടാവും. ഇന്നും നമ്മൾ ദുആ ചെയ്യുന്നു, അവർക്കും ഈ ദാറുൽ മാരിഫിന്റെ ഈ കെട്ടിടം ഉണ്ടാകാനും ആരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ, അല്ലാഹു ജല്ല ഷാനുഹു അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലും ഖൈർ ഉണ്ടാക്കി തരട്ടുമാകട്ടെ. അവർക്ക് നല്ല ബറക്കത്തും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഹിജ്രി 200 അടുത്ത് 4 മുഹദ്ദിസീൻകൾ ചരിത്രത്തിൽ കാണപ്പെടുന്നു. മുഹമ്മദ് ഇബ്നു നസ്റുൽ മർവസി, 4 പേരിന്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദ് ഇബ്നു നസ്റുൽ മർവസി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ ഇമാം ബുഖാരിന്റെ ഉസ്താദ്, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു ജരീർ തബ്രി വലിയ മുഫസ്സിറുമാണ്, മുഹദ്ദിസുമാണ്. ഈ 4 മുഹമ്മദും ഒരു സ്ഥലത്തിൽ ഒരുമിച്ച് കൂടുന്നു. എന്തിനു വേണ്ടി? ഹദീസിന്റെ മത്തനും ഹദീസിന്റെ സനദുകളും ഹദീസിന്റെ ഇലലുകളും ഹദീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഈ 4 പേരും ഒരുമിച്ച് കൂടുന്നു ഒരു ചെറിയ സ്ഥലത്തിൽ, ഒരു വീട്ടിൽ. ദിവസങ്ങൾ നീണ്ടുകൊണ്ടേ പോകുന്നു. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ഇങ്ങനെ വിശപ്പിന്റെ ഉച്ചത്തിലായി. കഴിക്കാൻ ഒന്നുമില്ല, ഭൗതികമായ സാഹചര്യങ്ങൾ ഒന്നുമില്ല. ആ സമയത്ത് അവർ മുഷാവറ ചെയ്യുന്നു, ഇതിങ്ങനെ നീണ്ടുകൊണ്ടുപോയാൽ ഈ വിശപ്പ് കൊണ്ട് നമുക്ക് ഇൽമിൽ ഒരു ബന്ധമില്ലാതെ ഒരു ബുദ്ധിമുട്ടാകും എന്ന് അവർ ആലോചിച്ചപ്പോൾ ആരെങ്കിലും ഒരാള് അങ്ങാടിയിൽ പോയി നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി കാണണം എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ ആരാണ് പോകുന്നത്? ആര് പോകും? ഞാനില്ല എന്ന്. കാരണം അവരെല്ലാവർക്കും അറിയും, ഈ ഇൽമിന്റെ ചർച്ച പോലെ ലോകത്തിൽ വേറെ ഒരു വലിയ നിഅമത്ത്, അനുഗ്രഹം വേറെ ഒന്നുമില്ല. ഇവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന പുണ്യ സ്ഥലമാണ് ഹദീസിന്റെ സദസ്സ്. അങ്ങാടി എന്ന് പറഞ്ഞാൽ അത് ശൈത്താനിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ചർച്ചയിൽ നിന്നും പുറത്തിറങ്ങിപ്പോകാൻ ആരും റെഡിയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു നസ്റുൽ മർവസി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിനോട് ചോദിച്ചു, ദുആവും ചെയ്തു, യാ അല്ലാഹ് ഈ ഹാലത്തിൽ നിന്നും എന്നെ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകരുത്, ഇതിനൊരു വഴി കാണണം എന്ന് ദുആവും ചെയ്തു. അന്നത്തെ രാത്രി അഹ്മദ് ഇബ്നു തൂലൂൻ
ആ പരിസരത്ത് രാജാവാണ് അഹ്മദ് ഇബ്നു തൂലൂൻ. ഉച്ച ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. നമുക്കറിയാം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് അള്ളാഹുവിന്റെ റസൂലാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ സ്വപ്നത്തിൽ കണ്ടവർ എന്നെയാണ് കണ്ടിട്ടുണ്ട്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, ശൈത്താൻ എൻ്റെ കോലമെടുത്താൻ ആരും വരില്ല, ഏത് കാലത്തിലും വരില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഹ്മദ് ഇബ്നു തൂലൂൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കെട്ടിടത്തിലേക്ക് ഇഷാറ ചെയ്തിട്ട് അദ്രിക്നി ഹൗലായിൽ മുഹദ്ദിസീൻ ഫഇന്നഹും ലാ യജിദൂന മാ യഖ്താതൂൻ, എൻ്റെ ഹദീസിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇൽമിയായ ബന്ധങ്ങളിൽ ഉള്ള ഈ മുഹദ്ദിസീൻകളെ കാണാൻ ആരുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നഹും ലാ യജിദൂന മാ യഖ്താതൂൻ, ഭക്ഷണത്തിന്റെ ഒരു കാരണവും ഇല്ലാണ്ട് പല ദിവസങ്ങൾ അവര് വിശപ്പിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. സുബഹിൽ എണിച്ചു നോക്കി, തെരഞ്ഞു എന്താണ് ഈ സ്വപ്നം, അത് ശരിയായ വഴി കാണണം, അത് എവിടെയാണ് തെരഞ്ഞു. പിന്നീട് ഒരു സ്ഥലത്ത്, അതേ സ്ഥലത്ത് പോയപ്പോ അതേ ബിൽഡിംഗ് ആണ്, അതേ 4 പേര്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്ക് ഇഷാറ ചെയ്തു, അതേ 4 പേര് അവിടെ ഉണ്ട്. ഹദീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 പേരിനെ കണ്ടു. അപ്പോ ഏത് ബിൽഡിങ്ങിൽ അവർ ഉണ്ടോ ആ ബിൽഡിങ്ങിനെ വഖഫ് ചെയ്തു. മാത്രമല്ല അതിനെ വിശാലമായി നല്ല നിലയിൽ കെട്ടിച്ചും കൊടുത്തു. കെട്ടിക്കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത സ്ഥലത്തിൽ തന്നെ ഒരു പള്ളിയും നിർണയിച്ച് ആ പള്ളി കെട്ടിക്കൊടുത്തിട്ട് നിസ്കരിക്കാൻ, ഇത് ഇൽമു പഠിപ്പിക്കാൻ ഈ സ്ഥാപനം എന്ന് ഒരു സ്ഥാപനത്തിന് വഖഫ് ചെയ്തു. അത് ഇന്ന് വരെ ഹയാത്തോടു കൂടി ഉണ്ട്. പറയാനുള്ള ഉദ്ദേശം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന, എൻ്റെ ഹദീസിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരെ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ അവർക്ക് സഹായിക്കണം എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ അംഗീകാരം അവിടെ ഉണ്ട് എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാക്കാം. കാരണം ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ കൊണ്ടാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവര്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസാന കാലത്തിൽ ഉഖ്റവിയായ ജീവിതത്തിൽ മരണത്തിന്റെ ശേഷം നമുക്ക് ഫലപ്പെടാൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് സഹായം നൽകി അതിനുവേണ്ടി നമ്മൾ പരമാവധി നമ്മൾ എത്രത്തോളം കൊടുക്കാൻ വഴിയുണ്ടോ അത് കൊടുത്ത് സദഖ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഉഖ്റവിയായ ജീവിതത്തിന് വഴിയുണ്ടാക്കണം. മഅ്മൂൻ റഷീദ് ബാദ്ഷാ, മഅ്മൂൻ റഷീദ് ചക്രവർത്തി എന്ന് പ്രശസ്തമായ ഒരു പണ്ഡിതനുമാണ്, അവിടുത്തെ ബാദ്ഷാവുമാണ്. ഇൽമിനോട് ബന്ധം കൂടുതലുള്ള ആളാണ്. അദ്ദേഹം നാട് കറങ്ങി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ജനങ്ങളുടെ ഹാലത്തുകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പകലായാലും ശരി രാത്രി ആയാലും ശരി നാട് കറങ്ങി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു.
പോകുമ്പോൾ കൂടെ ഒരു മന്ത്രി ഉണ്ടാവും. മന്ത്രിയും മഅ്മൂൻ റഷീദ് ബാദിഷാ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വൃദ്ധൻ, വയോവൃദ്ധനാണ്. വയോവൃദ്ധൻ എന്ന് പറഞ്ഞാൽ താടിയൊക്കെ മുടിയൊക്കെ നിറച്ചു, അവന്റെ ശരീരമൊക്കെ ചുരുങ്ങിയ ഹാലത്തിൽ മരണത്തിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരാള്, കൈകാലൊക്കെ തളർന്നു പോയ ഒരാള്. ആ വയോവൃദ്ധൻ ഒരാളെ കണ്ട് അവൻ ഒരു മൺവെട്ടി കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് അത്ഭുതമാണ്. ഈ വൃദ്ധൻ മരണത്തിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നോ നാളെയോ അവനിപ്പോ കുഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവനോട് പോയി ചോദിച്ചു, ഇത് എന്താണ് ഇത്? ഈ കുഴി ഉണ്ടാക്കിയിട്ട് പ്രയോജനം എന്ത് ഫലം? അതിൻ്റെ പഴം എനിക്ക് ഫലപ്പെടുവോ? അതിൻ്റെ പഴങ്ങൾ കൊണ്ട്, ആ മരം കൊണ്ട് എന്തെങ്കിലും ഫലം കിട്ടുവോ? എന്തിനാ ഈ വേണ്ടാത്ത പണി എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ ഒരു വാക്കാണ്, ഈ കുഴി ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു മരം നടാൻ വേണ്ടി ഞാൻ ഈ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചോദിച്ചു, ആ മരം നട്ടിട്ട് അപ്പൊ അതിൻ്റെ പഴമോ അതിൻ്റെ ഇലകളോ ഈ മരം എനിക്ക് എന്തെങ്കിലും ഫലപ്പെടുവോ? അവൻ പറഞ്ഞ്, ഇല്ല, എനിക്കല്ല, പിൽക്കാലത്തിൽ വരുന്ന ജനങ്ങൾക്ക് ഇത് ഫലപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതം പോയി, ഞാൻ മരണത്തിൻ്റെ അടുത്താണ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനെ അനുഭവിക്കാനുള്ള വയസ്സ് വരെ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ എന്നെ ശേഷം വരുന്ന ജനങ്ങൾ ഇതിൽ നിന്നും പഴങ്ങൾ എടുത്ത് കഴിക്കും, എല്ലാവർക്കും അത് ഫലം കൊടുക്കും. അതിനു വേണ്ടിയാണ് ഞാൻ മരം നടുന്നു എന്ന് അയാൾ പറഞ്ഞപ്പോ ആ എന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ട് ആ എന്ന് പറഞ്ഞാൽ ഒരു പതിവ് എന്താണ്, മന്ത്രി ഒരു 2000 ദിർഹം എടുത്തു കൊടുക്കും. ഇങ്ങനെ അത്ഭുതമായ ആ എന്ന് പറഞ്ഞാൽ താജുബായിട്ട് ഒരു അത്ഭുതമായിട്ട് ഈ അത്ഭുതം കൂടി. അപ്പോൾ 2000 റുപ്യ അയാൾക്ക് കിട്ടി. വീണ്ടും പറഞ്ഞ അയാള്, ബാദിഷാ, ഈ മരം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള മരം അല്ലത്. എല്ലാ മരവും വർഷത്തിൽ ഒരു പ്രാവശ്യം പഴം കൊടുത്താൽ ഈ മരം വർഷത്തിൽ 2 പ്രാവശ്യം പഴം കൊടുക്കും. ഖുർആനിലുണ്ടല്ലോ, തൂതി കുല്ലു ഹീനിൻ ബിഉകുലഹാ കുല്ലു ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, എല്ലാ സമയത്തും പഴം കിട്ടും, ഫലം കിട്ടും. അങ്ങനത്തെ ഒരു മരമാണ് ഇത് എന്ന് പറഞ്ഞപ്പോ, ആഹാ അങ്ങനെയോ, ആഹാ എന്ന് പറഞ്ഞപ്പോ ഇന്നൊരു 2000 റുപ്യ കൊടുത്തു. അപ്പൊ അവൻ വാങ്ങിച്ചിട്ട് അയാള്, ആ വൃദ്ധൻ ഇങ്ങനൊരു വിഷയം പറഞ്ഞു, ഈ ദുനിയായിൽ തന്നെ ഇത്ര വലിയ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ബാദിഷാ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എനിക്ക് ഉഖ്റവിയായ ഫലം എത്ര കിട്ടും? ഒരു സാധാരണ മനുഷ്യൻ ഈ ലോകത്തിൽ ഇത്ര വലിയ ദിർഹങ്ങൾ സദഖ ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിൻ്റെ ബഹുമാനം എത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ എന്ന അത്ഭുതം കൂടി. അപ്പോൾ 2000 റുപ്യ കൊടുത്തു. അടുത്തുണ്ടായ മന്ത്രി പറഞ്ഞു, ഇവനൊരു സാധാരണ ആളല്ല, ഈ കിഴവൻ ഭയങ്കരമായ ആളാണ്, നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ തീരും, അതുകൊണ്ട് ഇവിടുന്ന് പോകാം വരി എന്ന് പറഞ്ഞിട്ട് പോയി. അതൊരു സംഭവമാണ്. ആയിക്കോട്ടെ, ആദ്യം പറഞ്ഞ ഒരു വിഷയം നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്.
ആദ്യം പറഞ്ഞത് ഏതാണ്? എനിക്കിത് ഫലം കിട്ടിയിട്ടില്ലെങ്കിലും ഇത് എനിക്ക് ശേഷം വരുന്ന പിങ്ങാമികൾക്ക് ഇത് ഫലം കൊടുക്കും എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ മരം നട്ടുവെക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമുക്കും ഫലം കിട്ടും, നമുക്ക് ശേഷം വരുന്നവർക്കും ഫലം കിട്ടും. പല 100 വർഷങ്ങൾക്ക് ശേഷവും ഇതുകൊണ്ട് ഫലം എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് ഇത് വലിയ അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ വേദം ഖുർആനിനെ സംരക്ഷിക്കാനുള്ള വഴികളാണ്. അള്ളാഹുവിൻ്റെ ഒരു ടീം വർക്കാണ് ഖുർആനിൻ്റെ ഹിഫാദത്തുൽ ഖുർആനിൻ്റെ ഒരു ടീമാണ്. അൽഫാദുകളെ സംരക്ഷിക്കുന്നവർ, മആനികളെ സംരക്ഷിക്കുന്നവർ, അതിൻ്റെ ആശയങ്ങളെ സംരക്ഷിക്കുന്നവർ എന്ന് അള്ളാഹു ലോകത്തിൽ വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരെ വെച്ചിട്ടുണ്ട്, കാത്തിബുകളുണ്ട്, ഖാരികളുണ്ട്, ഹാഫിളുകളുണ്ട്, ആലിംകളുണ്ട്, ഫുഖഹാക്കളുണ്ട്. അള്ളാഹു ഇവരൊക്കെ പടച്ചു വെച്ചിരിക്കുന്ന കാരണം ഈ ഹിഫാദത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ അൽഫാദുകൾ സംരക്ഷിക്കപ്പെടണം, അതിൻ്റെ മആനികൾ, അതിൻ്റെ അഖായിദുകളൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ്. അതിൽ ഒരു വിഭാഗമാണ് ഈ കെട്ടിടം നിർമ്മാണിച്ചത്. எனவே അല്ലാഹു ജല്ല ഷാനുഹു വ തആല ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഈ അനുഗ്രഹത്തിൽ പങ്കെടുത്തവർ ആരൊക്കെ ഉണ്ടോ, ഉലമാക്കളായാലും ശരി, ഉമറാക്കളായാലും ശരി, അല്ലാഹു ജല്ല ഷാനുഹു വ തആല അവർക്ക് ദീനിലും ദുനിയാവിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാകട്ടെ, നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ജല്ല ഷാനുഹു വ തആല തൻ്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ ഖബറിൻ്റെ ജീവിതത്തിലും ശരി, ഉഖറവിയായ ജീവിതത്തിലും ശരി ആഫിയത്ത്, മുഴുവനായ ആഫിയത്ത് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു ജല്ല ഷാനുഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.